everyone, welcome to our channel PSC Audio. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് സാമ്പത്തിക ശാസ്ത്രമാണ്. അതിൽ നമ്മൾ ഇന്ന് പറഞ്ഞു പോകുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് അതിനെപ്പറ്റി പറയാം. ഇന്ത്യൻ എക്കണോമിക്സിൽ ദാദാഭായ് നവറോജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും പങ്ക്, പിന്നെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനെ പറ്റി പറയുന്നുണ്ട്, ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ, പിന്നെ ആസൂത്രണ കമ്മീഷൻ. ഇതിനെയൊക്കെ പറ്റി ഒന്ന് നമുക്ക് പഠിച്ചിട്ട് വരാം ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ PSC ഓഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് അതിലേക്ക് പോയാലോ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കൂടെ നമുക്ക് പോയിട്ട് അതൊന്ന് റിവൈൻഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സമ്പത്തിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? എത്നോളജി അല്ലെങ്കിൽ പ്ലൂട്ടോളജി. ഈ രണ്ട് പേരിലാണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥം? അർത്ഥശാസ്ത്രം. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥം അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് ചാണക്യൻ. ഇനി ചാണക്യനെ കുറിച്ച് 3 പോയിന്റ്സ് നോക്കാം. ചാണക്യന്റെ മറ്റു പേരുകൾ കൗട്ടില്യൻ, വിഷ്ണുഗുപ്തൻ. ചാണക്യന്റെ മറ്റു പേരുകൾ കൗടില്യൻ, വിഷ്ണുഗുപ്തൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവാണ് ചാണക്യൻ. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ചാണക്യനാണ്. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവായിരുന്നു ചാണക്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത്. ലേസസ് ഫെയർ എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആഡം സ്മിത്ത്. ആഡം സ്മിത്തിന്റെ കൃതി വെൽത്ത് ഓഫ് നാഷൻസ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. അപ്പൊ നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇനി ദാദാഭായ് നവറോജിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ? ഓക്കെ. ഇന്ത്യൻ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഏത് വർഷത്തെ? 1867 1868 വർഷത്തെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. മസ്തിഷ്ക ചോർച്ച അല്ലെങ്കിൽ സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചു. ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ സമ്പത്ത് ശമ്പളമായും നികുതിയായും ബ്രിട്ടീഷുകാർ കൊള്ളയടിക്കുകയാണ് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം. റാസ്ത് ഗോഫ്താർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപരായിരുന്നു ദാദാഭായ് നവറോജി. റാസ്ത് ഗോഫ്താർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപരായിരുന്നു ദാദാഭായ് നവറോജി. പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാരാ? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോൻ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ള. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി, കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ നമ്മള് ദാദാഭായ് നവറോജിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്ത പോയിന്റ് നോക്കാം. പോവർട്ടി ആൻഡ് ഫാമിൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് അമർത്യ സെൻ. 1998. പോവർട്ടി ആൻഡ് ഫാമിൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനും കൂടിയാണ് അമർത്യ സെൻ. 1998 നോബൽ സമ്മാനം. നെക്സ്റ്റ് വൺ, ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന കൃതിയുടെ രചയിതാവ് ലാലാ ലജ്പത് റായ്. ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന കൃതിയുടെ രചയിതാവ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നു. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ലാലാ ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ കൂടിയാണ് ലാലാ ലജ്പത് റായ്. അപ്പൊ അത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം അല്ലെ. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നതും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനും കൂടിയാണ് ലാലാ ലജ്പത് റായ്. ഇനി അടുത്തത്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവാണ് M വിശ്വേശ്വരയ്യ. ആധുനിക മൈസൂരിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. പ്രധാന കൃതി പ്ലാനറ്റ് എക്കണോമിക്
ഫോർ ഇന്ത്യ. ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15. എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. സെപ്റ്റംബർ 15 ഇന്ത്യൻ എഞ്ചിനീയേഴ്സ്. എം വിശ്വേശ്വരയ്യയെ കുറിച്ച് എന്തൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ്, ആധുനിക മൈസൂരിന്റെ ശില്പി. ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ദിനം എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 ആഘോഷിക്കുന്നത്. എം വിശ്വേശ്വരയ്യയുടെ പ്രധാന കൃതി പ്ലാനഡ് എക്കണോമി ഫോർ ഇന്ത്യ. ഇനി സാമ്പത്തിക നയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ആദ്യ INS സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. അതിൽ അധ്യക്ഷനാരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മൾ ഇനി അടുത്തത് സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ എക്കണോമിക്സിൽ അദ്ദേഹം വഹിച്ച പങ്കുകൾ നോക്കും. സാമ്പത്തിക നയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത ആദ്യ INS സമ്മേളനം എവിടെയാണ് നടന്നത്? 1931 കറാച്ചി സമ്മേളനമായിരുന്നു. അതിൽ അധ്യക്ഷത വഹിച്ചതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ് അല്ലെ സർദാർ വല്ലഭായ് പട്ടേൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു. മൗലികാവകാശങ്ങളുടെ ശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്നു. പഞ്ചാബ് സിംഹം ആരായിരുന്നു? ലാലാ ലജ്പത് റായ് ആയിരുന്നു പഞ്ചാബ് സിംഹം. ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. എനിക്ക് ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയതാരാ? ഗാന്ധിജിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമ, ഏകതാ പ്രതിമ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമയാണ് ഏകതാ പ്രതിമ. ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ സാധുബെഗ് ദ്വീപിലാണ്, നർമ്മദാ നദിക്കരയിൽ. ഗുജറാത്തിലെ നർമ്മദാ നദിക്കരയിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയുടെ ഉയരം 182 മീറ്റർ ആണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയുടെ ഉയരം 182 മീറ്റർ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലെ നർമ്മദാ നദിക്കരയിലെ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 2018 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്തത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പി രാം വിസ്. ഏകതാ പ്രതിമയുടെ നിർമ്മാണ മേൽനോട്ടം വഹിച്ച കമ്പനിയാണ് ലാർസൺ ആൻഡ് ടൂബോ ലിമിറ്റഡ്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒരു വ്യാവസായിക നയം രൂപീകരിച്ച വർഷം 1948. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒരു വ്യാവസായിക നയം രൂപീകരിച്ച വർഷം 1948. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജി. 1867 വർഷത്തില് നമ്മളത് പറഞ്ഞല്ലേ പിന്നെ. ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രീയമായി ദേശീയ വരുമാനം കണക്കാക്കിയത് VKR റാവു. ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രീയമായി ദേശീയ വരുമാനം കണക്കാക്കിയത് VKR റാവു 1931. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹലനോബിസ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹലനോബിസ്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒരു വ്യാവസായിക നയം രൂപീകരിച്ച വർഷം 1948. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി രൂപീകൃതമായത്, ഇത് നോട്ട് ചെയ്ത് വെക്കണം ഈ ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി രൂപീകൃതമായത് 1949 ഓഗസ്റ്റ് 4 1949 സ്ഥാപിതമായ ദേശീയ വരുമാന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ദേശീയ വരുമാന കമ്മിറ്റിയിലെ ചെയർമാൻ PC മഹലനോബിസ്. മറ്റ് അംഗങ്ങൾ DR ഗാഡ്ഗിൽ,
VKRV റാവു. VKRV റാവു എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രീയമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് അല്ലെ. PC മെഹലനോബിസിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലോ. ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിന്റെ പിതാവാണ് PC മെഹലനോബിസ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ഷെട്ടി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി. ഇനി അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് ആര്? PC മെഹലനോബിസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ മുൻകൈയെടുത്തു. 1931 ഡിസംബർ 17 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ മുൻകൈയെടുത്തു. PC മെഹലനോബിസ്. മെഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം സംഖ്യ. മെഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംഖ്യ. ഇനി ലാസ്റ്റ് വൺ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. എപ്പോഴാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ? ജൂൺ 29. അത് മെഹലനോബിസിന്റെ ജന്മദിനമാണ്. ജൂൺ 29 അന്നാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. ഇനി അടുത്തത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. CSO എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ്. CSO സ്ഥാപിതമായത് 1951 മെയ് 2. CSO സ്ഥാപിതമായത് 1951 മെയ് 2. നിലവിലെ CSO അറിയപ്പെടുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ്. നിലവിൽ CSO അറിയപ്പെടുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ്. CSOയുടെ ആസ്ഥാനം ഡൽഹി. CSOയുടെ തലവൻ ഡയറക്ടർ ജനറൽ. CSOയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായ ധവളപത്രം ആദ്യം പ്രസിദ്ധീകരിച്ച വർഷം 1956. എന്തൊക്കെയാണ് നമ്മൾ CSOയെ പറ്റി പഠിച്ചത്? CSO സ്ഥാപിതമായത് 1951 മെയ് 2. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. നിലവിൽ CSO അറിയപ്പെടുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന പേരിലാണ്. CSOയുടെ ആസ്ഥാനം ഡൽഹിയാണ്. CSOയുടെ തലവൻ ഡയറക്ടർ ജനറൽ ആയിരിക്കും. CSOയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായ ധവളപത്രം ആദ്യം പ്രസിദ്ധീകരിച്ച വർഷം 1956. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യൻ എക്കണോമിക്സിൽ ദാദാഭായ് നവറോജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും പങ്ക് പറഞ്ഞു. പിന്നെ ഇപ്പോ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനെ പറ്റിയും പറഞ്ഞു അല്ലെ. അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ കാര്യങ്ങളുള്ളൂ. ഒരു 5-6 പോയിന്റ്സേ ഉള്ളൂ. അതെന്തായാലും പഠിക്കാം. ഇനി അടുത്തത് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഗാന്ധിയൻ പ്ലാൻ എന്ന ആശയത്തിന്റെ വക്താവ്, അതായത് ഗാന്ധിയൻ പ്ലാൻ ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? JC കുമരപ്പ. JC കുമരപ്പയാണ് ഗാന്ധിയൻ പ്ലാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീമൻ നാരായണൻ അഗർവാൾ. ശ്രീമൻ നാരായൺ അഗർവാൾ ആണ് 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. ഇനി അടുത്തത് ഗാന്ധിജിയെ വളരെയേറെ സ്വാധീനിച്ച ഒരു കൃതി. ഗാന്ധിജിയെ വളരെയേറെ സ്വാധീനിച്ച ഒരു കൃതിയാണ് അൺടു ദിസ് ലാസ്റ്റ്. ജോൺ റസ്കിൻ എഴുതിയ കൃതി അൺടു ദിസ് ലാസ്റ്റ്. നെക്സ്റ്റ് വൺ, ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചതും രവീന്ദ്രനാഥ് ടാഗോർ ആണ്. താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചതും രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഗാന്ധിജിയുടെ സമാധി സ്ഥലം
രാജ്ഗഡ്. ഗാന്ധിജിയുടെ അവസാനത്തെ വാക്കുകൾ ഹേ റാം. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയും ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയുമാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു MG റാനഡെ. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു. ഇത് രണ്ടും നോക്കണം. ആത്മീയ പിൻഗാമിയുണ്ട്, രാഷ്ട്രീയ പിൻഗാമിയുണ്ട്, അതുപോലെ തന്നെ ആത്മീയ ഗുരുവുണ്ട്, രാഷ്ട്രീയ ഗുരുവുണ്ട്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ്, ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു. ഗാന്ധിയൻ പ്ലാനിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? സമത്വത്തിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഗാന്ധിയൻ പ്ലാനിൽ മൂലധനം ഗ്രാമങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. ഗാന്ധിയൻ പ്ലാനിന്റെ പ്രത്യേകതകൾ ഇത് മൂന്നാണ്. എന്തൊക്കെയാ? സമത്വത്തിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ്, പിന്നെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുന്നു. മൂന്നാമത്തേത് ഗാന്ധിയൻ പ്ലാനിൽ മൂലധനം ഗ്രാമങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. ഇത് മൂന്നാണ് കേട്ടോ. ഇനി പ്ലാനിംഗ് കമ്മിറ്റി. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്തത്. ആദ്യ ചെയർമാൻ, പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. പ്ലാനിംഗ് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1938. ബോംബെ പ്ലാൻ. എന്താണ് ബോംബെ പ്ലാൻ? ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ 8 പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പ്ലാൻ. ബോംബെ പദ്ധതി നിലവിൽ വന്നത് 1944. ബോംബെ പ്ലാൻ നിലവിൽ വന്നത് 1944. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ റെയിൽവേ മന്ത്രിയായിരുന്നു ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മലയാളി റെയിൽവേ മന്ത്രി ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് ജോൺ മത്തായി. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ജോൺ മത്തായി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി. PC മഹലനോബിസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് പറഞ്ഞു പോയത്. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. ഇനി അടുത്തത് ബോംബെ പ്ലാനിന്റെ പ്രധാന ആശയം എന്തായിരുന്നു എന്ന് നോക്കാം. ബോംബെ പ്ലാനിന്റെ പ്രധാന ആശയം ഗവൺമെന്റിന്റെ ഇടപെടൽ ഇല്ലാതെ സമ്പദ് വ്യവസ്ഥ വളരില്ല എന്നായിരുന്നു. ബോംബെ പ്ലാനിന്റെ പ്രധാന ആശയമാണ് ഗവൺമെന്റിന്റെ ഇടപെടൽ ഇല്ലാതെ സമ്പദ് വ്യവസ്ഥ വളരില്ല. ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദ്ദേശ്വർ ദലാൽ. ഇനി അടുത്തത് ജനകീയ പദ്ധതി. ജനകീയ പദ്ധതിയെ പറ്റി നോക്കാം. ജനകീയ പദ്ധതിയുടെ മറ്റ് പേരുകൾ പീപ്പിൾസ് പ്ലാൻ ഓർ റാഡിക്കൽ പ്ലാൻ. ജനകീയ പദ്ധതി പീപ്പിൾസ് പ്ലാൻ എന്നും റാഡിക്കൽ പ്ലാൻ എന്നും അറിയപ്പെടുന്നു. ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് MN റോയ്. നിലവിൽ വന്ന വർഷം 1945. ജനകീയ പദ്ധതി നിലവിൽ വന്ന വർഷം 1945. ജനകീയ പദ്ധതിയുടെ ആശയം എന്തായിരുന്നു? ജനകീയ പദ്ധതിയുടെ ആശയം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച കൃഷിയിലൂടെ എന്നായിരുന്നു. ബോംബെ പദ്ധതിയുടെ ആശയം ഗവൺമെന്റിന്റെ ഇടപെടലില്ലാതെ സമ്പദ് വ്യവസ്ഥ വളരില്ല എന്നും ജനകീയ പദ്ധതിയുടെ ആശയം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച കൃഷിയിലൂടെ എന്നുമാണ്. ഇനി അടുത്തത് സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ 1950 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ KC നിയോഗി. ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ 1950 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ KC നിയോഗി. ഇനി നമ്മൾ പറയുന്നത് ആസൂത്രണ കമ്മീഷനെ പറ്റിയാണ്. ആസൂത്രണ കമ്മീഷനെ പറ്റി പഠിക്കാം.
നമ്മൾ ചർച്ച ചെയ്യുന്ന ലാസ്റ്റ് പോയിന്റ് ആണ്, ഇന്ന് ചർച്ച ചെയ്യുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് ആസൂത്രണ കമ്മീഷൻ. നമുക്ക് ആസൂത്രണ കമ്മീഷനെ പറ്റിയുള്ള പോയിന്റ്സ് നോക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ നോക്കാം. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1938. പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1938. പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ഇനി അടുത്തത് 1939 1945 എന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമായതിനാൽ പ്ലാനിംഗ് കമ്മിറ്റി ഒരു പരാജയമായിരുന്നു. 1939-45 കാലഘട്ടം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമായതിനാൽ പ്ലാനിംഗ് കമ്മിറ്റി ഒരു പരാജയമായിരുന്നു. 1946 രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ പ്രഥമ ചെയർമാൻ. 1946 രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ പ്രഥമ ചെയർമാൻ KC നിയോഗി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജന ഭവൻ. സംസ്ഥാന ലോകായുക്തയുടെ ആസ്ഥാനം വികാസ് ഭവൻ. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ് ഭവൻ. ജസ്റ്റ് പറഞ്ഞു എന്നേയുള്ളൂ. സംസ്ഥാന ലോകായുക്തയുടെ ആസ്ഥാനം വികാസ് ഭവനും ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ് ഭവനുമാണ്. ജസ്റ്റ് ഓർത്ത് വെക്കാം. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജന ഭവൻ. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം യോജന ഭവൻ. ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി, അതായത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അല്ലെ. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട വർഷം 2014. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടുമ്പോൾ നരേന്ദ്രമോദിയായിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട വർഷം 2014. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ രണ്ടാമത്തെ ഉപാധ്യക്ഷൻ TT കൃഷ്ണമാചാരി. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടാങ് സിംഗ് അലുവാലിയ. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടാങ് സിംഗ് അലുവാലിയ. പഞ്ചവത്സര പദ്ധതികളുടെ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനായിരുന്നു. പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനായിരുന്നു കേട്ടോ. 1950 രൂപീകരിച്ച ആസൂത്രണ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. CD ദേശ്മുഖ്, GL മേത്ത, VT കൃഷ്ണമാചാരി, RK പാട്ടീൽ. ഇന്ത്യ ആസൂത്രണ കമ്മീഷൻ എന്ന ആശയം കടമെടുത്ത രാജ്യം USSR ആണ്. ആസൂത്രണ കമ്മീഷന്റെ വിശേഷണങ്ങൾ സാമ്പത്തിക ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നൊക്കെ ആസൂത്രണ കമ്മീഷന്റെ വിശേഷണങ്ങളാണ് കേട്ടോ. ആസൂത്രണ കമ്മീഷൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം 2001. ആസൂത്രണ കമ്മീഷൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം 2001. നമുക്ക് ആസൂത്രണ കമ്മീഷന്റെ കാര്യങ്ങൾ ഒന്നുകൂടി പെട്ടെന്നൊന്ന് പറഞ്ഞു പോയാലോ. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1938. പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. 1939-45 കാലഘട്ടം രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലമായതിനാൽ പ്ലാനിംഗ് കമ്മിറ്റി ഒരു പരാജയമായിരുന്നു. 1946 രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ പ്രഥമ ചെയർമാൻ KC നിയോഗി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം യോജന ഭവൻ ന്യൂഡൽഹിയിലാണ്. ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു.
ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട വർഷം 2014. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ടി കൃഷ്ണമാചാരി. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേങ് സിംഗ് അലുവാലിയ. ഇന്ത്യ ആസൂത്രണ കമ്മീഷൻ എന്ന ആശയം കടമെടുത്ത രാജ്യം USSR. ആസൂത്രണ കമ്മീഷന്റെ മറ്റു വിശേഷണങ്ങൾ സാമ്പത്തിക ക്യാബിനറ്റ് എന്നും സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കൽ എന്നൊക്കെ വിശേഷണങ്ങളുണ്ട്. ആസൂത്രണ കമ്മീഷൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം 2001. ഇനി നമ്മളിപ്പോ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ പറ്റി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷനെ പറ്റിയുള്ള പോയിന്റ്സ് ഒന്ന് നോക്കാം. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1967. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1967. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1967. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രി ആയിരിക്കും. കേരള സംസ്ഥാന ആസൂത്രണ ആദ്യ ചെയർമാൻ EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരെന്താ? ആത്മകഥ. EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയാണ് ആത്മകഥ. ആദ്യത്തെ ഉപാധ്യക്ഷൻ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ MKA ഹമീദ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞു പോയത്. ഇന്ത്യൻ എക്കണോമിയെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി കാണുന്നവരെ ബൈ എവരിവൺ.